റോമാലേഖനം 8-ാം അധ്യായത്തിലേക്കാണ് ഇന്നത്തെ നമ്മുടെ ദൈവവചന ചിന്തനത്തിനായിട്ട് നമ്മൾ പ്രവേശിക്കുന്നത്. കഴിഞ്ഞ അധ്യായങ്ങളിലും കഴിഞ്ഞ ദിനങ്ങളിലുള്ള കഴിഞ്ഞ ആഴ്ചയിലുള്ള നമ്മുടെ ദൈവവചന പഠനത്തിലുമൊക്കെ ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേൾപ്പാനിടയായി. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചകളിൽ 2 ആഴ്ചയായി തുടർമാനമായി നമ്മൾ കേട്ടത് പൗലോസ് അപ്പോസ്തോലൻ അല്ലെങ്കിൽ പൗലോസിൻ്റെ സ്വന്തം ജീവിതാനുഭവത്തിൽ നിന്ന് ചേർത്തുകൊണ്ട് തൻ്റെ അല്ലെങ്കിൽ റോമാ സഭയോടുള്ള ദൂത് അറിയിക്കുമ്പോൾ ഇത് പറയുന്ന ഞാൻ എങ്ങനെയാണ്, എൻ്റെ സാഹചര്യം എന്താണ്, എൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ഓർപ്പിച്ചുകൊണ്ട് പൗലോസ് തൻ്റെ വ്യക്തി ജീവിതത്തെ തൊട്ടുണർത്തിക്കൊണ്ടാണ് കഴിഞ്ഞ 7-ാം അധ്യായത്തിൽ റോമാ സഭയോട് പ്രസ്താവിക്കുകയും ദൈവാത്മാവിനാൽ നമ്മളോട് പ്രതിപദിക്കുകയും ചെയ്തത്. ഇന്ന് 8-ാമത്തെ അധ്യായത്തിൻ്റെ ആദ്യ ചില വാക്യങ്ങളാണ് ഇന്നത്തെ ദൈവവചന ചിന്തനത്തിനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. 1 മുതൽ 4 വരെയുള്ള വേദഭാഗങ്ങൾ പ്രൈസ് ദി ലോർഡ് നമുക്ക് ഇന്നത്തെ രാത്രികാലത്തെ ദൈവവചന പഠനത്തിനായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാം. പ്രാരംഭത്തിൽ ആ വേദഭാഗം ഒരാൾക്കൊന്ന് ശബ്ദമുയർത്തി വായിക്കാൻ കഴിയുമെങ്കിൽ ഒന്ന് വായിച്ച് സഹായിക്കാം. റോമാലേഖനം 8-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. ജഡത്തെയല്ല, ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിന്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. പ്രൈസ് ദി ലോർഡ്. ഈ വായിക്കപ്പെട്ട വേദഭാഗം നമ്മളോട് സംസാരിക്കുന്നത് ഒരുവൻ യേശുക്രിസ്തുവിനായി അവൻ്റെ ജീവിതം സമർപ്പിക്കുകയും യേശുവിനെ രക്ഷകനും രക്ഷിതാവുമായി സ്വീകരിക്കുമ്പോൾ തന്നിലുണ്ടാകുന്ന മാറ്റം അല്ലെങ്കിൽ തന്നിലുണ്ടായ വിടുതൽ, അതിനെക്കുറിച്ച് ഈ 4 വാക്യങ്ങൾ സംസാരിക്കുന്നു. വാസ്തവത്തിൽ നമ്മളുണ്ടായ വിടുതൽ എന്താണ്? നമ്മൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചപ്പോൾ നമ്മളുണ്ടായ വിടുതൽ പരമപ്രധാനമായ പാപത്തിൽ നിന്ന് നമ്മൾ വിടുതൽ പ്രാപിച്ചു. പാപത്തിൻ്റെ അന്ധകാരത്തിൽ നമുക്ക് മോചനം ലഭിച്ചു. ഇത് ഈ റോമാലേഖനത്തിൻ്റെ ഓരോ വാക്യങ്ങൾ കീറി മുറിച്ച് നോക്കിയാലും അത് പൗലോസ് വീണ്ടും വീണ്ടും പ്രസ്താവിക്കുന്നത് കാണാം. എല്ലാ അധ്യായങ്ങളിലും അല്ലെങ്കിൽ എല്ലാ വാക്യങ്ങളിലും ആ ഒറ്റ പ്രമേയത്തെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് പൗലോസ് സംസാരിക്കുന്നത്. യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചത് കൊണ്ട് ഉണ്ടായ മാറ്റം, പാപത്തിൽ നിന്നുള്ള മോചനം, പാപത്തിൽ നിന്നുള്ള വിടുതൽ. ഈ യേശുക്രിസ്തുവിനെ രക്ഷിതാവും രക്ഷകനുമായി സ്വീകരിക്കുമ്പോൾ ഒരുവൻ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ അംഗീകരിക്കുന്ന വിഷയമാണ്. എന്നാൽ ഈ പാപത്തിൽ നിന്ന് മോചനം പ്രാപിക്കുന്നവൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം എങ്ങനെ തിരിച്ചറിയാൻ കഴിയുമെന്ന് ചോദിച്ചാൽ, നമ്മൾ രക്ഷിക്കപ്പെട്ടവനാണോ അല്ലയോ എന്നുള്ളത് യഥാർത്ഥത്തിൽ എങ്ങനെ വെളിവാകുന്നു എന്ന് ചോദിച്ചാൽ, അത് വെളിവാകുന്നത് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നത് മനസ്സിലാക്കുമ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ടതാണോ എന്നുള്ളത് വ്യക്തമാകും. ഇഫ് യു ആർ ഏബിൾ ടു തിങ്ക് ഡിഫറൻ്റ്ലി, ലോക മനുഷ്യരും ലോകക്കാരും മറ്റുള്ളവരും ചിന്തിക്കുന്നത് പോലെ നാം ചിന്തിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മൾ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷയുടെ അനുഭവം സ്വീകരിക്കാനെങ്കിൽ അത് പ്രാപിക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കേണ്ടതായി വരും. എല്ലാവരും ചിന്തിക്കുന്നത് പോലെയാണ് ഞാനും ചിന്തിക്കുന്നതെങ്കിൽ, എല്ലാവരുടെയും മനസ്സിൽ കടന്നു പോകുന്നത് പോലെയുള്ള എല്ലാ ചിന്തകളും എന്നെയും ഭരിക്കുന്നുവെങ്കിൽ, വാസ്തവത്തിൽ നമ്മൾ രക്ഷിക്കപ്പെട്ടത് ഒന്ന് പുനഃപരിശോധിക്കണം. നമ്മുടെ മനസ്സിൽ ഇപ്പോഴും ഈർഷ്യയും കോപവും അതുപോലെ തന്നെ വിദ്വേഷവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്നുവെങ്കിൽ ഒരു വലിയ ചോദ്യം നമ്മുടെ മുന്നിൽ നിൽക്കുന്നത്, നമ്മൾ രക്ഷിക്കപ്പെട്ടവരാണോ?
രക്ഷിക്കപ്പെട്ട ദൈവ പൈതൽക്ക് ജീവിതത്തിൽ ദൈവസന്നിധിയിലും ദൈവമക്കളുടെ മുമ്പാകെയും വ്യത്യസ്തമായി ചിന്തിക്കാനുള്ള പ്രാപ്തിയും ശക്തിയും ഉണ്ടാവും. ചിന്തിക്കുക മാത്രമല്ല, ഹി ഓർ ഷീ ക്യാൻ ആക്ട് ഡിഫറൻ്റ്ലി, വ്യത്യസ്തമായ നിലയിൽ പ്രവർത്തിക്കാനായിട്ടും കഴിയും. ലോകപ്രകാരം പ്രവർത്തിക്കുന്ന പ്രവൃത്തികളാലല്ല, മറിച്ച് അതിൽ നിന്ന് വ്യത്യസ്തമായ നിലയിൽ ആക്ട് ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ടല്ലേ പലയിടങ്ങളിലും ക്രിസ്തീയ പീഡനങ്ങൾ നടക്കുമ്പോൾ, നമ്മളെ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരെയൊക്കെ പീഡിപ്പിക്കുമ്പോൾ നമ്മൾ വലിയ മുദ്രാവാക്യവും വിളിച്ച് അല്ലെങ്കിൽ വലിയ സമരം ഉണ്ടാക്കി അതിനെതിരെ ഒന്നും നമ്മൾ നീങ്ങാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, വി ആർ ട്രെയിൻ ടു ആക്ട് ഡിഫറൻ്റ്ലി. റോമാലേഖനത്തിൽ അത് വിസ്തരിക്കുന്നു, പലയിടങ്ങളിൽ അത് സംസാരിക്കുന്നുണ്ട്. So we are able to act differently. We cannot act as usual. അല്ലെങ്കിൽ we cannot act as the others act. അത് രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതലിൻ്റെ ലക്ഷണമാണ്. He can act differently. He can walk and he can talk differently. നമ്മൾ നടക്കുന്നതും നമ്മൾ സംസാരിക്കുന്നതും വ്യത്യസ്തമായിരിക്കും. ഇനിയും ഈ അധ്യായം നമ്മളെ വളരെ വ്യക്തമായി ഗൈഡ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മർമ്മം, ഇത് നമ്മളിൽ സംഭവിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ പരിവർത്തിക്കുമ്പോഴാണ് ഈ ഡിഫറൻസ് നമ്മളിൽ ഉണ്ടാകുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളിൽ വ്യാപരിക്കുമ്പോഴാണ് ഈ ഡെലിവറൻസ് നടക്കുന്നത്. നമുക്കറിയാം, ലോകത്തിലെല്ലായിടത്തും പോയി സുവിശേഷം പറയാനായി യേശു കർത്താവ് നമ്മളോട് തൻ്റെ ശിഷ്യന്മാരോട് അന്ത്യകൽപ്പനയായി അറിയിച്ചു. ലോകമെമ്പാടും പോയി എല്ലാവരോടും ഈ സുവിശേഷം അറിയിച്ച് അനേകരെ അല്ലെങ്കിൽ എല്ലാവരെയും ശിഷ്യരാക്കുവാനായി കർത്താവ് ആഹ്വാനം ചെയ്തു. എന്നാൽ നമ്മളും അത് തന്നെ ചെയ്യുന്നുവെങ്കിലും ആളുകൾ രക്ഷിക്കപ്പെട്ട് ദൈവത്തെ അറിയുന്നതിലേക്ക് വരുന്നതിൻ്റെ മുഖാന്തരം ഞാൻ പറഞ്ഞ പ്രസൻറ്റേഷനോ എൻ്റെ പ്രവർത്തനവുമല്ല, മറിച്ച് പരിശുദ്ധാത്മാവ് ഒരുവനിൽ ഇടപെടുമ്പോഴാണ് ഒരുവനിൽ രൂപാന്തരമുണ്ടാകുന്നത്. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നത്, പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ബോധം വരുത്തും. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നമുക്ക് ബോധം തരുന്നത് ഈ പരിശുദ്ധാത്മാവ് ഉള്ളിൽ പ്രവർത്തിക്കുമ്പോഴാണ്. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം ഞാനൊരു കാര്യം വ്യക്തമായി പറയാം. നമ്മുടെ ജീവിതത്തിൻ്റെ പരിവർത്തനം, നമ്മുടെ ജീവിതത്തിൻ്റെ മാനസാന്തരം, നമ്മുടെ ജീവിതത്തിൻ്റെ രക്ഷിക്കപ്പെട്ട രക്ഷാനിർണയത്തിൻ്റെ പ്രദർശനം, നമ്മളിൽ വെളിവാക്കപ്പെടുന്നതിൻ്റെ പ്രേരക ശക്തി എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മളിൽ ഇടപെടുന്നതിൻ്റെ മുഖാന്തരമായിട്ടാണ്. ഇപ്പോൾ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ കാത്തിരിപ്പ് യോഗം നടത്തിയത് നിങ്ങൾ ഓർക്കുന്നുണ്ടാകാം. അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം ഇതാണ്, പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കുക എന്ന് പറയുന്നത് കേവലം അന്യഭാഷ അടയാളത്തോടെ ആരാധിക്കാനുള്ള ഒരു ലൈസൻസ് മേടിക്കുക എന്നുള്ളതല്ല. പലർക്കും ഒരു തെറ്റിദ്ധാരണയുണ്ട്, അഭിഷേകം നിറയാന്ന് പറഞ്ഞാൽ അന്യഭാഷ പറഞ്ഞ് അല്ലെങ്കിൽ അന്യഭാഷ പറയാനുള്ള ഒരു ലൈസൻസ് കിട്ടുന്ന ഒരു സംഭവമാണ്. തീർച്ചയായിട്ടും അഭിഷേകം പ്രാപിക്കുമ്പോൾ, അഭിഷേകത്താൽ നിറയപ്പെടുമ്പോൾ അതിൻ്റെ പരസ്യമായ അടയാളമായ അന്യഭാഷയും അന്യഭാഷയോടൊപ്പമുള്ള ആരാധനയും വെളിപ്പെടുമെന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരം ഒരുവനിൽ കേവലം അന്യഭാഷ പറയാനുള്ള ലൈസൻസ് കൊടുക്കുന്ന ഏജൻസി അല്ല പരിശുദ്ധാത്മാവ്, മറിച്ച് നമ്മളിൽ ധാരാളം ക്രിയകൾ ചെയ്യുന്നതൊന്നാണ് പരിശുദ്ധാത്മാവ്. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ അത് വ്യക്തമാക്കിക്കൊണ്ടാണ് ഒന്നാമത്തെ വാക്യം വായിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല, ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം, ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുയേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം. പ്രൈസ് ദി ലോർഡ് ഫോർ പ്രൈസ് ദി ലോ ഓഫ് ദി സ്പിരിറ്റ് ഓഫ് ദി ലൈഫ് ഇൻ ക്രൈസ്റ്റ്.
ഇപ്പോൾ പൗലോസ് അപ്പോസ്തലൻ ഈ 8-ാം അധ്യായത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ദ ലൈഫ് ദാറ്റ് ഈസ് ബിൽഡ് ആൻഡ് ഡെലിവേർഡ് ത്രൂ ദി പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. 8-ാം അധ്യായം താഴോട്ട് ഇനി വായിക്കുമ്പോൾ ആത്മാവിലെ ജീവിതം, ആത്മാവിലുള്ള ജീവിതത്തെക്കുറിച്ച് വ്യക്തമാക്കുകയാണ്. 3 പ്രധാനപ്പെട്ട കാര്യം ഇന്ന് രാത്രികാലം അതിനോടുള്ള ബന്ധത്തിൽ നിങ്ങളോട് സംസാരിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. സോ we are going to deal with 3 important category under a significant discussion on the deliverance of the spirit life. ആത്മാവിലുള്ള ജീവിതത്തിൻ്റെ വിടുതൽ. ഈ വിടുതലുകളിൽ 3 അനുഭവങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും. ഫസ്റ്റ് തിങ്, the delivered or me or anyone or we are delivered from the sentence of sin. മരണത്തിൻ്റെ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് ഉള്ള വിടുതലാണ് ആത്മാവിനാലുള്ള ജീവിതത്തിൻ്റെ വിടുതലിൻ്റെ 1-ാമത്തെ കാര്യം. 1-ാമത്തെ വാക്യത്തിൽ അത് വായിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. There is no any sentence, no any punishment those who are in Christ. Therefore there is no condemnation for those who are in Christ. പൗലോസ് ഇത് നമ്മളോട് സംസാരിക്കുമ്പോൾ ഈ 1-ാമത്തെ വാക്യത്തിൽ 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കുന്നു. ഒന്ന്, ഒരു പ്രോമിസ് പറയുകയാണ്. യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ച് ഈ ആത്മാവിൻ്റെ ജീവൻ പ്രാപിച്ച ഒരുവന് there is no punishment, there is no sentence, there is no condemnation. Praise the Lord. So God has delivered us from the sentence of the sin. So we are not now eligible to have a kind of retribulation of the hell. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും ശിക്ഷയിൽ നിന്ന് നമ്മൾ ഒഴിവാക്കപ്പെട്ടു. കാരണം എന്താണ്? ആത്മാവിൻ്റെ വിടുതൽ നമ്മളിൽ സംഭവിച്ചിരിക്കുന്നു. സോ അങ്ങനെ ഒരു വിടുതൽ സംഭവിച്ചവരോടുള്ള ദൈവത്തിൻ്റെ പ്രോമിസാണ്, യു ഹാവ് നോ പണിഷ്മെൻറ്റ്. യുവർ പണിഷ്മെൻറ്റ് has been taken away. You have no condemnation. There is no punishment. There is no any kind of sentence for a person who are in Christ. ഇന്ന് രാത്രികാലം ഈ പ്രോമിസ് നമുക്കും ദൈവം നൽകിയിട്ടുണ്ട്. That means we are truly redeemed, freed. There is no any kind of punishment for us. ഇത് വായിക്കുമ്പോൾ ഇറ്റ് സീംസ് വെരി സർക്കാസ്റ്റിക്, അല്ലെങ്കിൽ അത് നമ്മെ ഇനി നമുക്കെന്നാ പാപം ചെയ്യാമല്ലോ, കാരണം നമുക്കിനി പണിഷ്മെൻ്റ് ഒന്നും കിട്ടത്തില്ലല്ലോ എന്നുള്ള ഒരു ധ്വനി, ഒരു ദുർവ്യാഖ്യാനം ഇതിൽ കണ്ടുപിടിക്കാൻ ചിലർ ശ്രമിക്കാറുമുണ്ട്. അല്ലെങ്കിൽ ചിലർ പറയുന്നത് ഇനിയും ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് ചില പുരാതന ഗ്രീക്ക് തർജിമകളിൽ അത് കാണപ്പെടാത്തതും പിന്നീട് വന്ന കൂട്ടിച്ചേരലുകളിൽ ചേർന്ന് വന്നതാണ് ഈ ഒരു വാക്യം, അതായത് ഇനി ശിക്ഷ ഇല്ലെന്നുള്ളത്. എന്നാൽ ഈ രാത്രികാലം ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തവും ആത്മാവിനാൽ രചിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, യെസ്, there will be no punishment those who are in Christ. താഴോട്ട് പറയുമ്പോൾ അടുത്ത കാര്യം പറയുന്നത് where, which place. അവിടെ ഒറ്റ കാര്യമേ ഉള്ളൂ. ഇത് ചർച്ച് ഓഫ് ഗോഡിലെ ആയിരിക്കുന്നവർക്ക് ഇനി ശിക്ഷാവിധി ഇല്ലെന്നല്ല, IPC-കാർക്ക് ഇനി ശിക്ഷാവിധി ഉണ്ടാകത്തില്ലെന്നല്ല, അസംബ്ലീസ് ഓഫ് ഗോഡുകാർക്ക് ഇനി ശിക്ഷാവിധി ഉണ്ടാകത്തില്ലെന്നല്ല, ഇന്ന കുടുംബക്കാർക്ക് ഇനി ശിക്ഷാവിധി ഉണ്ടാകത്തില്ലെന്നല്ല, ഇന്ന സഭ സ്ഥാപിച്ച പ്രിയപ്പെട്ടവർക്ക് ഇനി ശിക്ഷാവിധി ഉണ്ടാകത്തില്ലെന്നല്ല. ദോസ് ഹു ആർ ഇൻ ക്രൈസ്റ്റ്, യേശു ക്രിസ്തുവിലുള്ളവർക്ക്
Praise the Lord. Even though you can be a church member, but if you are not in Christ, you will die in law. You church, and you can be a lost person. You may be a good neighbor to the one who is living, just residing to the next door of you. നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ അയൽപക്കക്കാരൻ നല്ലൊരു അയൽപക്കക്കാരനായിരിക്കാം. അവരുടെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവിടെ വന്ന് അവരെ സഹായിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനും കണ്ട് യു മേ ബി എ ഗുഡ് നെയ്ബർ, യു മേ ബി എ ഗുഡ് ഫ്രണ്ട്, യു മേ ബി എ ഗുഡ് ഹസ്ബൻഡ്, യു മേ ബി എ ഗുഡ് വൈഫ്, യു മേ ബി എ ഗുഡ് ചൈൽഡ്. വളരെ അനുസരണമുള്ള ഒരു കുഞ്ഞായിരിക്കാം. But there is one important clause. If you are not in Christ, definitely you are eligible for a punishment of sin. അപ്പോൾ ഈ രാത്രികാലം നമ്മെ വളരെ ശക്തമായി ഓർപ്പിക്കുന്ന ഒരു കാര്യം, യേശുക്രിസ്തുവിൽ ഉള്ളവർക്ക്, യേശുക്രിസ്തുവിൽ ജീവിക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. നമുക്ക് ചർച്ച് മെമ്പറായിട്ട് തുടരാം, അതിനൊരു കുഴപ്പമില്ല. നമ്മുടെ ഓരോ സഭകളുടെ നിയമങ്ങളനുസരിച്ച് ഇത്ര നാൾ മെമ്പറായിട്ടിരുന്ന് കഴിഞ്ഞാൽ വി ഗീവ് എ ഫുൾ മെമ്പർഷിപ്പ്, ഫുൾ ഫ്ലെഡ്ജ് മെമ്പർഷിപ്പ്, പ്രിവിലേജസ് ആൻഡ് ഓൾ ദിസ് കൈൻഡ് ഓഫ് തിങ്സ്. നമ്മൾ ചർച്ചിൻ്റെ ഫുൾ മെമ്പറാണ്, എല്ലാം അങ്ങോട്ട് ഓക്കെയാണ്. ബട്ട് until and unless you are not in Christ, definitely you will be in doom. അപ്പോൾ the deliverance from the sentence of sin, that is a clear promise that God has given, that we will be not having a sentence if we are in Christ. And how, in which place? If we are in Christ. And the proof is, അവിടെ തന്നെ വായിക്കുമ്പോൾ യേശു ക്രിസ്തുവിൽ ഇപ്പോൾ ഉള്ളവർക്ക്, താഴോട്ടുള്ള ഭാഗവുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് ഹോളി സ്പിരിറ്റ്, who is controlled by the spirit, not by the flesh. ആത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരുവൻ, അല്ലെങ്കിൽ യേശുക്രിസ്തുവിൽ ഉള്ളവൻ, ഇറ്റ് ഈസ് എ ലൈക്ക് ഡബിൾ സൈഡ് ഓഫ് എ കോയിൻ, ഒരു നാണയത്തിൻ്റെ അപ്പുറം ഇപ്പുറം പോലെയാണ്. അതായത് യേശുക്രിസ്തുവിലാണെങ്കിൽ ബൈ ഡിഫോൾട്ട് യു ആർ ലെഡ് ബൈ ദി സ്പിരിറ്റ്. യേശുക്രിസ്തുവിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ആത്മാവിനാൽ തന്നെയാണ് നയിക്കപ്പെടുന്നത്, നോട്ട് ബൈ ദി ഫ്ലഷ്. എന്നാൽ എനിക്ക് അപ്പോഴും ഈ വാക്യം വായിക്കുമ്പോൾ വീണ്ടും വളരെ ഞാൻ ഇന്ന് ആഴത്തിൽ ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിപ്പാനായിട്ടിടയായത്. ആർ വി ആർ പെർഫെക്റ്റ് ദെൻ? നമ്മളെന്നാൽ പിന്നെ പൂർണ്ണരാണോ? നമ്മൾ രക്ഷിക്കപ്പെട്ടു, പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നു, ഫിനിഷ്ഡ്? നോ. ഫിലിപ്പിയ ലേഖനത്തിൽ വായിക്കുന്നത്, ക്രിസ്താവ് നമ്മെ we are being perfecting to make perfect in Christ. We are being made perfect, or perfecting to be make us perfect. Jesus Christ is perfecting us every day. ഓരോ ദിവസവും നമ്മെ ഇങ്ങനെ പൂർണ്ണതയിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മെ പൂർണ്ണരാകാനായിട്ട് പൂർണ്ണതയിലേക്കുള്ള പ്രക്രിയയിലായിരിക്കുകയാണ്. ഓരോ ദിവസവും പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത് കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ലീഡിങ് കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രേരണയാൽ വി ആർ ബിക്കമിങ് മോർ പെർഫെക്റ്റ് ആൻഡ് പെർഫെക്റ്റ് ഡേ ബൈ ഡേ. So in the one point we will be attain a kind of a full perfection where God desires and God has designed, and that will be the end of our destiny. അത് നിത്യതയിലാണ് അത് സംഭവിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മരണത്താലാണ് അത് സംഭവിക്കുന്നത്. നമ്മൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുമ്പോഴാണ് the end of that perfection happens. So until then we are continuing the journey of being perfect in Lord Jesus Christ. എന്നാൽ that is very sure and it is very clear, if that perfection leads until to the death, ഈ പ്രോമിസിന് വാലിഡിറ്റി ഉണ്ട്. there will be no condemnation. ഒരുവനും ശിക്ഷാവിധി ഉണ്ടാകുകയില്ല. വാസ്തവത്തിൽ ഞാൻ പല ഉദാഹരണങ്ങൾ അതിനു വേണ്ടി പറഞ്ഞത് നിങ്ങളുടെ മനസ്സിൽ കാണും. വാസ്തവത്തിൽ നമുക്ക് ശിക്ഷ കിട്ടേണ്ടി വരാം, നമ്മൾ നല്ല ഉഗ്രൻ അടി മേടിക്കേണ്ടവർ തന്നെയാണ്. ദൈവം മുമ്പാകെ പാപം ചെയ്ത്
നല്ല ശക്തമായ ചുട്ട അടി കിട്ടേണ്ടി വരും, നരകത്തിൽ പോകേണ്ട എല്ലാ ക്വാളിറ്റിയും എലിജിബിലിറ്റിയും ഉള്ളതാണ് നമ്മളെല്ലാവരും, ഞാൻ ഉൾപ്പെടെ. എന്നാൽ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചത് നിമിത്തമായി, പ്രൈസ് ദി ലോർഡ്, എൻ്റെ ജീവിതത്തിൽ ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ടായത് നിമിത്തമായി, യേശു ക്രിസ്തുവിനെ രക്ഷകനായി സ്വീകരിച്ചത് കൊണ്ട് എൻ്റെ മേൽ വരാനിരുന്ന ശിക്ഷയെ ദൈവം മാറ്റിയിട്ട് എനിക്ക് നിത്യത ഉറപ്പുവരുത്തി. ഗോഡ് ഹാസ് റിഡീംഡ് മീ, ഗോഡ് ഹാസ് സേവ്ഡ് മൈ ലൈഫ്. പണ്ട് ഞാൻ ഒരിക്കൽ പറഞ്ഞ ഉദാഹരണം നിങ്ങളുടെ മനസ്സിൽ കാണും. ഒരു കോടതി മുറിക്കകത്ത് ഉള്ളിൽ കയറി നിൽക്കുന്ന ഒരു പ്രതി, തനിക്ക് അർഹമായ ശിക്ഷ കിട്ടുമെന്ന് തനിക്ക് തന്നെ ഉറച്ച ബോധ്യമുള്ള ഒരു പ്രതിക്ക് ഏത് ശിക്ഷയും ഏറ്റുവാങ്ങാൻ ആ ജഡ്ജിയുടെ മുമ്പിൽ നോക്കി കണ്ണും നട്ടിരിക്കുമ്പോൾ എനിക്ക് കിട്ടാൻ പോകുന്ന ശിക്ഷയുടെ വലിപ്പം എന്താണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രതിക്ക് പെട്ടെന്ന് ജഡ്ജിയുടെ ഉത്തരവിൽ നിന്ന് കേൾക്കുകയാണ്, ഈ വ്യക്തിക്ക് ഒരു ശിക്ഷയും നൽകുന്നില്ല, ഈ വ്യക്തിയെ നിരുപാധികം ഈ കോടതി വെറുതെ വിടാനായിട്ട് ഉത്തരവിടുന്നത് പറയുമ്പോൾ തന്നിലുണ്ടാകുന്ന ആശ്ചര്യം എന്താണ്? അയ്യോ, ഞാൻ രക്ഷപ്പെട്ടോ? ഞാൻ ഈ കുറ്റം ചെയ്ത ആളെ എങ്ങനെ രക്ഷപ്പെട്ടു? യെസ്, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രികാലം നമ്മൾ പാപത്തിനാൽ പിടിക്കപ്പെട്ടവരായിരുന്നു. പാപം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചത് ഒരു ഭാഗ്യമാണ്. ആ പാപത്തെ ദൈവം നീക്കിക്കളഞ്ഞു. So we have been delivered from the punishment of the sin or the sentence of the sin. ശിക്ഷാവിധിയിൽ നിന്ന് നമുക്ക് മോചനം ലഭിച്ചു. രണ്ടാമത്തെ വാക്യം നമ്മെ ഓർപ്പിക്കുന്നത്, ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് ക്രിസ്തുവേശുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. For the law of the Spirit of life in Christ Jesus has set you free from the law of sin and of death. രണ്ട് കാര്യങ്ങൾ രണ്ടാമത്തെ വാക്യത്തിൽ വായിക്കുന്നു. God has delivered obviously from the slavery of the sin. പാപത്തിൻ്റെ, praise the Lord, പ്രമാണത്തിൽ നിന്ന്, പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന്. The law of slavery and death claims that you are a bond slave of the sin. So God has delivered us from the slavery of the sin. Two things are important. The deliverance from the law of the sin and the deliverance occurred to the law of the spirit life. രണ്ട് കാര്യങ്ങൾ ആ രണ്ടാമത്തെ വാക്യത്തിലുണ്ട്. ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം, പ്രൈസ് ദി ലോർഡ്, അതോടൊപ്പം തന്നെ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം. So God has delivered you from the slavery of sin, the law of sin life. ഒരു മനുഷ്യൻ ഈ ലോകത്തിൽ തൻ്റെ പാപത്തിൻ്റെ പ്രമാണം തന്നെ വലിച്ചു, അല്ലെങ്കിൽ ദ ലോസ്റ്റ് സിന്നർ, കൈവിടപ്പെട്ടു പോയ ഒരു പാപി ഈസ് ഓൾവേസ് അണ്ടർ ദി കൺട്രോൾ ഓഫ് 3 മാസ്റ്റേഴ്സ്. ഒരു പാപി എപ്പോഴും 3 യജമാനന്മാർക്ക് അടിയിലാണ്. 1 ഫ്ലഷ്, ജഡത്തിന്; 2 ലോകത്തിന്; 3 ശത്രുവിന് അല്ലെങ്കിൽ ദുഷ്ടന്, പിശാചിന്. ഈ 3 പേർക്കും അടിമകളാണ് ഒരു പാപി. എന്ന് പറഞ്ഞാൽ തൻ്റെ ജഡം പറയുന്നത് താൻ കേൾക്കും, ജഡത്തിൻ്റെ അഭിലാഷം അനുസരിച്ച് ജീവിക്കും. ജഡം പറയുക 2 ഗ്ലാസ് മദ്യം കുടിക്കണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യും. ഏതെങ്കിലും ക്ലബ്ബിൽ പോയി അവിടെ പോയി എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യും. ജഡം പറയുക ഇച്ചിരി പുകയൊക്കെ വലിക്കണമെന്ന് പറഞ്ഞാൽ അത് ചെയ്യും. എന്തെങ്കിലും വേണമെന്നെങ്കിൽ, എന്തെങ്കിലും പാവാസക്തിയായ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയാൻ ജഡം പറയുമ്പോൾ അത് ചെയ്യും. അപ്പോൾ പാപിയായ വ്യക്തി ഈ ജഡത്തിൻ്റെ ചിന്തകൾക്കനുസരിച്ച് ജീവിക്കും. അപ്പോൾ തന്നെ കൺട്രോൾ ചെയ്യുന്ന മറ്റൊരു മാസ്റ്ററാണ് ലോകം. തനിക്ക് ലോകത്തിൽ കാണുന്നതൊക്കെ തനിക്ക് ആവശ്യമായി വരും, തനിക്ക് വേണമെന്ന് തോന്നും. ലോകമാണ് തന്നെ നിയന്ത്രിക്കുന്നത്. ലോകത്തിൻ്റെ മോഹങ്ങൾ എന്ന ദൈവവചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ലോകത്തിൻ്റെ ഇമ്പങ്ങൾ, ലോകത്തിൻ്റെ മോഹങ്ങൾ, ലോകത്തിൻ്റെ ഇഷ്ടങ്ങൾ, ലോകത്തിൻ്റെ അനുഭവങ്ങളൊക്കെ തന്നെ കൺട്രോൾ ചെയ്യും. നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോൾ നമുക്ക് ജീവിക്കാനും നടക്കുവാനും ഒക്കെ ഉള്ള ആവശ്യങ്ങൾ നമുക്ക് ആവശ്യമാണ്. വീട്, വണ്ടി, വസ്ത്രം, ഇതൊക്കെ നമുക്ക് ആവശ്യമാണ്. എന്നാൽ ഒരു പാപി എപ്പോഴും ലോകത്തിൻ്റെ നിയന്ത്രണത്തിലാണ് താൻ ജീവിക്കുന്നത്.
ഒന്ന്, തൻ്റെ ജഡത്തിൻ്റെ നിയന്ത്രണത്തിൽ താൻ ജീവിക്കുന്നു. 2, ഈ ലോകത്തിൻ്റെ നിയന്ത്രണത്തിൽ താൻ ജീവിക്കേണ്ടി വരുന്നു. 3, തീർച്ചയായിട്ടും സാത്താൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. പിശാചിനാൽ താൻ നിയന്ത്രിക്കപ്പെടും. പിശാച് പറയുന്ന ആലോചനയ്ക്ക് വിധേയപ്പെടും. ഈ പിശാച് പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് പോലെ പറയുന്ന മാത്രം അയ്യോ പിശാച് ആ പറഞ്ഞതെന്ന് തിരിച്ചറിയത്തൊന്നുമില്ല. നല്ല ആശയങ്ങൾ പറഞ്ഞു തരും, നല്ല കുതന്ത്രങ്ങൾ പറഞ്ഞു തരും, നല്ല ബുദ്ധിപരമായ നീക്കങ്ങൾ നമുക്ക് പറഞ്ഞു തരും. നമുക്ക് കേട്ടാൽ നല്ല രസമുള്ള കാര്യം തോന്നും, ന്യായമുള്ള കാര്യം തോന്നും. കേട്ടാൽ ഓർക്കും അയ്യോ ഇത് ഭയങ്കര ദൈവ നിയോഗമാണെന്ന് നമുക്കങ്ങ് തോന്നിപ്പോവും. ഇതൊക്കെ ദൈവത്തിൻ്റെ വലിയ ഒരു അരുളപ്പാടാണെന്നൊക്കെ നമുക്ക് തോന്നിപ്പോവും. അതുപോലെ അതേ ഫ്ലേവറിൽ, അതേ ടോണിൽ, അതേ ഋതത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? പിശാചിന് പറയാൻ പറ്റും. നമ്മൾ ഓർക്കും അത് കേട്ട പാടി നമ്മൾ ദൈവം എന്നോട് സംസാരിച്ചെന്ന് പറഞ്ഞ് നമ്മളങ്ങ് പുറപ്പെടും. പിശാചിനെ അറിയാം. പിശാച് നമ്മെ പേടിപ്പിക്കുന്ന രീതിയിലൊന്നും വന്ന് നമ്മളോട് പറയത്തില്ല. അങ്ങനെ പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും കേൾക്കുമോ? ഇല്ല. അയ്യോ ഞാൻ പിശാചാ പറയാൻ പോകുന്നേ കേട്ടോ, ഇതൊന്ന് പറയുന്നൊന്ന് കേൾക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ശരി പിശാച് എന്ന് പറഞ്ഞിട്ട് ഞാൻ കേൾക്കാൻ ഇരിക്കുകയായിരുന്നു, നിന്നെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു നമ്മൾ പറയുമോ? ഇല്ല. പിശാച് വരുന്നത് നല്ല സ്യൂട്ട് ആൻഡ് സൗണ്ട് വോയിസിലാണ് വരുന്നത്, നല്ല സുഖകരമായ രീതിയിലാണ് വരുന്നത്, നല്ല ഇമ്പമായ രീതിയിലാണ് വരുന്നത്. നമുക്ക് നല്ല അട്രാക്ഷൻ തോന്നുന്നില്ല. അല്ലെങ്കിൽ ഹൗവ ഈ ഏദൻ തോട്ടത്തിൽ വന്നിട്ട് ഞാൻ ദൈവത്തിൻ്റെ ശത്രുവായിരിക്കുന്ന പിശാചാ കേട്ടോ, ഞാനൊരു കാര്യം പറയാനാണ് വന്നത്. അല്ല, അവർക്ക് നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട്, നല്ല കോഡിയലായിട്ട്, നല്ല സഹകരണത്തോടെയാണ് പിശാച് വന്നെന്തിന്ന് ചതിക്കുന്നത്. അപ്പോൾ ഈ ലോകത്തിലെ പാപി എപ്പോഴും പിശാചിൻ്റെ ആലോചനകൾക്ക് വിധേയപ്പെടും. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സോ ദ ലോസ്റ്റ് സിന്നർ ആർ ലെഡ് ഇൻടു ദി ലൈഫ്സ് ഓഫ് അൺസ്പീക്കബിൾ വിക്കറ്റ്നസ്. ഒരിക്കലും ന്യായീകരിക്കാൻ പറ്റാത്ത, സംസാരിക്കാൻ പറ്റാത്ത ദുഷ്ടതയിലേക്ക് ഒരു ലോക മനുഷ്യൻ, ഒരു പാപി പോകും. അപ്പോൾ തന്നെ നമ്മൾ ഓർക്കുന്നത് ഈ പാപി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ കൂര പാപികളെ കുറിച്ചാണ് പറയുന്നത്. അല്ല, ചർച്ചിനകത്തും പ്രൈസ് ദി ലോർഡ് നല്ല നിലയിൽ നിൽക്കുന്നവരോടും എന്ത് ചെയ്യാം? പിശാചിന് ഇടപെട്ടിട്ട് അവരെ പാപത്തിലേക്ക് കൊണ്ടുപോകാം. അപ്പോൾ ആ ആദ്യം പറഞ്ഞ വാക്യം വളരെ പ്രസക്തമാണ്. ദോസ് ഹു ആർ ഇൻ ക്രൈസ്റ്റ്, വെൻ യു ആർ ഓഫ് ക്രൈസ്റ്റ് ഓർ യു ആർ ഔട്ട് ഫ്രം ക്രൈസ്റ്റ്, ഗോൺ. നമ്മൾ നരകത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. സോ ദോസ് ഹു ആർ ഇൻ ക്രൈസ്റ്റ് അണ്ടിൽ ദ ഫൈനൽ പെർഫെക്ഷൻ ഹാസ് ബീൻ അറ്റൈൻഡ്, യു ആർ exempted from the sentence and punishment of the sin. But എവിടെയെങ്കിലും പിശാച് വന്ന് നമ്മെ തെറ്റിച്ചിട്ട്, പിശാചിൻ്റെ വലിയൊരു തന്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ തെറ്റിച്ചാലും നമ്മൾ തെറ്റിപ്പോയെന്നുള്ളത് നമുക്ക് തോന്നിപ്പിക്കാൻ പിശാച് അനുവദിക്കത്തില്ല. നമ്മൾ വീണ്ടും കൈ അടിച്ച ആരാധന, അന്യഭാഷയും പ്രവർത്തനവും, നമ്മൾ ഭയങ്കര ആക്റ്റീവ്നെസ്സും, നമ്മൾ മിഷൻ ചെയ്യുന്നു, നമ്മൾ പല പ്രോഗ്രാംസ് ചെയ്യുന്നു, എല്ലാം നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. പക്ഷെങ്കിൽ ഉള്ളിൻ്റെ ഉള്ളിൽ കരണ്ട് വിച്ഛേദിച്ചിട്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ആ സ്പിരിറ്റ് നമ്മളിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ചെയ്യാനുള്ള സ്പിരിറ്റ് അല്ല, ഹോളി സ്പിരിറ്റിൻ്റെ ആ വ്യാപാരം നമ്മളിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇതില്ലാതെയും എന്തു ചെയ്യും? നമ്മൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും, മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ടല്ലേ വെളിപാട് പുസ്തകത്തിൽ എഫെസോസ് പല സഭകളോട് പറയുമ്പം നിൻ്റെ പ്രവൃത്തി ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞാൽ, കൊള്ളാം മക്കളെ, നല്ല പ്രോഗ്രാമൊക്കെ ഉള്ള ചർച്ച ആണല്ലോ, പ്രവൃത്തി അറിയുന്നു, പക്ഷെ നിൻ്റെ ആദ്യ സ്നേഹം വിട്ടുപോയെന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. അപ്പം ദൈവം പറയുന്നത് പ്രവൃത്തി അറിയുന്നു എന്ന് പറഞ്ഞാൽ നീ കൊള്ളാം എന്നുള്ളതല്ല. യുവർ ഡീഡ്സ് ഐ നോ, വാട്ട് യു ആർ ഡൂയിങ് ഐ നോ, യു ആർ വെരി ആക്റ്റീവ് ഐ നോ, ബട്ട് ദർ ഈസ് എ സിൻ. എന്താ? ആദ്യ സ്നേഹം വിട്ടുപോയി. എഫെസോസ് സഭയുടെ കാര്യമാണ് പറഞ്ഞു കേട്ടോ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ, ഈ റോമാലേഖനത്തിൻ്റെ ഈ 2-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ, പാപത്തിൻ്റെ അനുഭവത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഒരു പാപിയായ വ്യക്തി, ഹി വിൽ ബി കൺട്രോൾഡ് അണ്ടർ ദി ഫ്ലഷ്, വേൾഡ് ആൻഡ് ഈവിൾ. എന്നാൽ അപ്പോൾ തന്നെ ദ ലോ ഓഫ് ദ സ്പിരിറ്റ് ലൈഫ്, പരിശുദ്ധാത്മാവിൻ്റെ അല്ലെങ്കിൽ ആത്മാവിൻ്റെ ജീവിതം അവിടെ കാണിക്കുന്നത്, ഇറ്റ്സ് എ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്.
പാപത്തോട് നോ ടു സിൻ ആൻഡ് യേസ് ടു ദ സ്പിരിറ്റ്. പാപത്തോട് എതിർത്ത് നിന്നിട്ട് ആത്മാവിലുള്ള ജീവിതം. അതിനെ ഒരു ഉദാഹരണം പറഞ്ഞാൽ ഈ ഒരു എയറോഡൈനാമിക്സ് എന്ന് വേണമെങ്കിൽ ഫിസിക്സിലൊക്കെ പറയുമ്പോൾ പറയാം. എയറോഡൈനാമിക്സ് നമുക്കറിയാം, വിമാനം എങ്ങനെയാണ് പറന്നു പോകുന്നത്. വിമാനം പറക്കുന്നത് പറഞ്ഞാൽ വിമാനം പൊങ്ങുമ്പോൾ അതിനെ വലിച്ച് താഴോട്ടിടാനുള്ള നമ്മുടെ ഐസക് ന്യൂട്ടൻ്റെ ഗ്രാവിറ്റി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്, താഴോട്ട് വലിക്കുക. എന്നാൽ ആ എയറോഡൈനാമിക്സ് മെക്കാനിസം എന്ത് ചെയ്യുന്നു? ഈ ഗ്രാവിറ്റിയെ വെല്ലുവിളിച്ചുകൊണ്ട്, ഈ ഗുരുത്വാകർഷണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് അതിനെ തരണം ചെയ്ത് അത് ഉയരങ്ങളിലെ കീഴടക്കി കയറുകയാണ്. There is a gravitational force that pulls that aeroplane to the downward. But the aeroplane creates a aerodynamics force so that it can fly higher and it can over the, praise the Lord, the gravitational force. അതാണ് ആത്മാവിൻ്റെ ജീവിതം. ദ ലോ ഓഫ് സ്പിരിറ്റ് ലൈഫ് നമ്മെ ഓരോ ദിവസവും ഓരോ പ്രാവശ്യവും താഴെ ഇടാനുള്ള ശത്രുവിൻ്റെ പിശാചിൻ്റെ തന്ത്രത്തിൻ്റെ നടുവിൽ ഉയരാനുള്ള ശക്തിയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പിശാച് നമ്മെ വീഴ്ത്താനാണ് നോക്കുന്നത്. ആത്മീയതയിൽ നിന്ന്, നമ്മുടെ വാക്കുകൾ കൊണ്ട്, ചിന്തകൾ കൊണ്ട്, സംസാരം കൊണ്ട്, ഇടപാട് കൊണ്ട്, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെന്നുപെടുന്ന സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ പിശാച് നല്ലതായിട്ട് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുക. താഴെ വീഴ്ത്താൻ നോക്കുകയാണ്. നമ്മൾ താഴെ വീണിട്ട് ഇന്നാർ എന്നെ വീഴ്ത്തി, അവരെന്നെ വീഴ്ത്തി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിശാചിട്ട് വീഴ്ത്തിയിരിക്കുകയാണ്. പിശാചാണ് നമ്മളെ തള്ളിയിടുന്നത്. എന്നാൽ അതിൻ്റെ നടുവിൽ ഒരു പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു വ്യക്തി, പ്രൈസ് ദി ലോർഡ്, എത്രയൊക്കെ പിശാചിൻ്റെ തന്ത്രങ്ങൾ തന്നെ വീഴ്ത്താൻ ശ്രമിച്ചാലും അതിൻ്റെ നടുവിലൂടെ പറന്നുയരാനുള്ള ശക്തി, ആത്മാവിൻ്റെ ശക്തി തന്നിലേക്ക് പകരുവാനായിട്ടിടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നമുക്ക് ആവശ്യമാണ്. ആത്മാവിൻ്റെ ശക്തി ആവശ്യം എന്നു പറയാൻ കാരണം, ഇറ്റ് വിൽ ക്രിയേറ്റ് എ കൈൻഡ് ഓഫ് എ അഡീഷണൽ ഫോഴ്സ് ഫോർ അസ് ടു ലിവ് ലോങ്, ഫോർ അസ് ടു ഗ്രോ ഇൻ ക്രൈസ്റ്റ്. അതുകൊണ്ടാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവർ, ഈ ഓൺലൈൻ ബൈബിൾ സ്റ്റഡിയിൽ കുഞ്ഞുങ്ങൾ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. You have to receive the power of Holy Spirit. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ ക്രിസ്ത്യൻ ലൈഫ് become very easy. അല്ലെങ്കിൽ you feel that this is all kind of rubbish instructions and guidelines and I am not able to live according to this. What a strict rules and norms. നമ്മുടെ പല കുഞ്ഞുങ്ങൾക്കും, praise the Lord, ഉള്ള ഒരു വലിയ ഒരു പക്ഷേ ഐ തിങ്ക് സോ ഉള്ള വലിയൊരു ഭാരം എന്ന് പറയുന്നത്, ക്രിസ്ത്യൻ ലൈഫ് ഈസ് ടു മച്ച് ഓഫ് ബർഡൻ. ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് ലോസ്, ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് റൂൾസ്, ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് ഡോക്ട്രിൻസ്, ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് യു ഡോണ്ട് ഡു ദിസ്, യു ഡു ദിസ്, യു ഡു ദിസ്, ഇങ്ങനെയൊക്കെയുള്ള, ഇറ്റ് ഈസ് ഫിൽഡ് വിത്ത് സോ മച്ച് ഓഫ് ഇൻസ്ട്രക്ഷൻ. യെസ്, ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് ദെയർ. But if you are more burdened of these rules, that means, I will tell you one example for that. You imagine that you want to pull a car to a mountain or to a slope. ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു കാറിനെ നമ്മളൊരു സ്ലോപ്പിൻ്റെ മണ്ടയ്ക്കോട്ട് വലിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. You have tied a rope and you are trying to pull that car. ഏതാ വലിയൊരു കുന്നിൻ്റെ മുകളിലോട്ട് ഒരു കാർ വലിച്ചു കയറ്റണം. നടക്കുമോ? നമ്മുടെ ഒരു കാറിനെ ഒരു കയറ് കൊണ്ട് വലിച്ചു കയറ്റാൻ പറ്റുമോ? ഇല്ല. ദാറ്റ് ഫീൽസ് വെരി ഹെവി ആൻഡ് ഇറ്റ് ഈസ് യു കനോട്ട് ഡു ഇറ്റ്. യു വിൽ സേ ഐ കനോട്ട് ഡു ദിസ്. എന്നാൽ അതിനകത്ത് കയറി ഒരു ചെറിയൊരു ഇരുമ്പൻ കഷ്ണം പോലെ ഒരു താക്കോൽ എണ്ണത്തൊട്ടിട്ടൊന്ന് കീ ചെയ്ത് സ്റ്റാർട്ട് ചെയ്താൽ, എത്ര ഹെവി ആയിട്ടുള്ള ഹമ്മർ പോലുള്ള വണ്ടിയാണെങ്കിലും, പ്രൈസ് ദി ലോർഡ്, വെറും ഫെദർ ടച്ച് അല്ലേ, ആ ഗിയർ അങ്ങോട്ട് ചെറുതായിട്ടൊന്ന് ഇട്ടിട്ട് ആ ക്ലച്ച് അല്ലെങ്കിൽ അത് ബ്രേക്ക് അങ്ങോട്ട് ചുമ്മാ ഒന്ന് ഒരു ചെറിയ പഞ്ഞി പോലെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി,
ഈ എത്ര ഹെവി ആയിട്ടുള്ള സാധനമാണെങ്കിലും നല്ല സിമ്പിളായിട്ട് ഈ സ്ലോപ്പ് അങ്ങോട്ടും കയറി അങ്ങ് പോകും. വൈ? ദർ വാസ് ആൻ എക്സ്ട്രാ ഫോഴ്സ് അപ്ലൈഡ് ഇൻ ഇറ്റ് ഇൻസൈഡ്. വി ഡോണ്ട് നോ വാട്ട് ഹാപ്പൻഡ്. ദ എൻജിൻ ഹാസ് ക്രിയേറ്റഡ് എ കൈൻഡ് ഓഫ് എ പവർ സോ ദാറ്റ് ദ വെരി ഹെവിയസ്റ്റ് car can take that slope very easily. So that is the simple example that I want to share. When you are guided by the power of Spirit, പരിശുദ്ധാത്മാവിനാലാണ് നമ്മൾ നയിക്കപ്പെടുന്നെങ്കിൽ, you will enjoy the Christian life. You will feel how happy I am being a Christian. You will feel that, oh, this Christian life, I am really enjoying it, because you are driven by the power of Spirit. പരിശുദ്ധാത്മാവിനാലാണ് നയിക്കപ്പെടുന്നത്. So we have to yield to the power of Spirit. പരിശുദ്ധാത്മാവേ, the Spirit of God lead me, so I can feel lessened. I can feel I may not feel very free to lead my Christian life. Otherwise it is very tough, really. നമുക്ക് വലിയ ഹെർക്കുലസ് ടാസ്ക് ആയിട്ട് തോന്നും ഇങ്ങനെ ജീവിക്കാനായിട്ട്. ബട്ട് yield to the Spirit. God will guide. Spirit will lead you. Spirit will make you to move further. So the law of the Spirit life is something Paul is very significant on. And he is significantly upholding the law of Spirit life. And finally, let me just come to the third point. ഈ റോമാലേഖനത്തിൻ്റെ 8:3-4 വായിക്കുമ്പോൾ ഇങ്ങനെയാണ് വായിക്കുന്നത്. ജഡത്താലുള്ള ബലഹീനത നിമിത്തം, ഡെലിവേർഡ് ഫ്രം ദ സിക്നസ് ഓഫ് സിൻ. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാതിരുന്ന, യെസ്, വി വെർ സിക്ക് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ഓൾവേസ് ഫിസിക്കൽ സിക്നസ് ബട്ട് എ സ്പിരിച്വൽ സിക്നസ്. ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നത്. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു. ന്യായപ്രമാണം എന്ന് പറയുന്നത് ഇറ്റ്സ് ആത്മീയം. ലോ ഈസ് സ്പിരിച്വൽ, ബട്ട് ഇറ്റ് ഹാസ് സം ലിമിറ്റേഷൻ. ലോ ന്യായപ്രമാണം ആത്മീയമായിരുന്നു, എന്നാൽ ഇറ്റ് ഹാസ് എ ലിമിറ്റേഷൻ. ബിക്കോസ് ലോ വിൽ ഷോ യു വാട്ട് ഈസ് സിൻ. പാപം എന്താണെന്ന് പ്രമാണം പറഞ്ഞു തന്നു. പക്ഷേ പാപത്തിൽ നിന്നുള്ള മോചനം പ്രമാണത്തിനകത്ത് അല്ലെങ്കിൽ പ്രമാണത്തിന് കഴിഞ്ഞില്ല. the law cannot redeem your sin. എക്സാമ്പിൾ പറഞ്ഞാൽ, ഒരു കണ്ണാടി കാണിച്ചാൽ നിങ്ങളുടെ മുഖത്ത് ഇച്ചിരി കരിയുണ്ടെന്ന് വിചാരിച്ചോ. കരിയുണ്ട്. ഈ കണ്ണാടി ഈ കാണുമ്പോൾ എന്ത് മനസ്സിലാകും? കരി ഉണ്ടെന്നുള്ളത് മനസ്സിലാകും. എന്നാൽ ഈ കണ്ണാടിക്ക് ഈ കരിയെ നീക്കാൻ പറ്റുമോ? കണ്ണാടി കരിയെ മാറ്റിത്തരാൻ പറ്റുമോ? ഇല്ല. കണ്ണാടി നിങ്ങളെ കരി ഉണ്ടെന്ന് കാണിച്ചു, പക്ഷെ അത് മാറ്റണമെങ്കിൽ വേറെ കാര്യം ചെയ്യണം. സോ സിമിലർലി ദി ലോ ദാറ്റ് Paul says is good. It shows what is sin. പാപം എന്താണെന്നുള്ളതൊക്കെ പറഞ്ഞു തന്നു, പക്ഷെ പാപത്തിൽ നിന്ന് മോചനം. സോ അതാണ് പറഞ്ഞത്, ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ, ജഡത്താലുള്ള ബലഹീനത, സിക്നസ്, ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ, സാധിക്കാത്തതിനെ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവുമായി അയച്ച് പാപത്തിനും ജഡത്തിനും ശിക്ഷ വിധിച്ചു. God sent his son Jesus Christ and he has delivered from the sickness of sin or the spiritual sickness of a human being. 4-ാമത്തെ വാക്യം വായിക്കുന്നത് ഇങ്ങനെയാണ്. അങ്ങനെ ജഡത്താലല്ല ആത്മാവിനെ അത്ര അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. സോ ദ വർക്ക് ഇറ്റ് ഷോസ് ദ വീക്ക്നെസ് ഓഫ് ദ ലോ. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു, ന്യായപ്രമാണത്തിന് കഴിയാതിരുന്നത്. എന്നാൽ ദ വർക്ക് ഓഫ് ദ ലോർഡ് ഈസ് ഹി സെൻഡ് ഹിസ് സൺ ജീസസ് ക്രൈസ്റ്റ് and he is redeemed. ഞാൻ പറഞ്ഞല്ലോ, കണ്ണാടിക്ക് നമ്മുടെ പാപത്തെ കാണിച്ച, പക്ഷെ പാപം മാറ്റാൻ ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല, കണ്ണാടിക്ക് കഴിഞ്ഞില്ല. എന്നാൽ God sent his son Jesus Christ to the world and he redeemed our sin. He redeemed our sin and our sinful life. ജഡത്താലല്ല ആത്മാവിനെ അത്ര. And finally he is saying, that is why we are talking about the spirit led life, delivered to the spirit life.
ജഡത്താലുള്ളതല്ല, ജഡത്താലല്ല, ആത്മാവിനെ എത്ര അനുസരിച്ച് നടക്കുന്നത്. ഇറ്റ് ഈസ് ലൈക്ക് സെയിലിംഗ് അക്കോർഡിംഗ് ടു ദി സ്പിരിറ്റ്, ഹൗ സ്പിരിറ്റ് ഈൽഡ്സ്. നമുക്കറിയാം പണ്ട് ഈ കടലിൽ കൂടെയൊക്കെ പോകുമ്പം യു മേ ബി കുട്ടികൾക്കറിയായിരിക്കും ഈ പായ്ക്കപ്പൽ എന്ന് പറഞ്ഞാൽ അക്കോർഡിംഗ് ടു വിൻഡ് ഇറ്റ് വിൽ മൂവ്. വിൻഡ് എങ്ങോട്ടാണോ അടിക്കുന്നത് അതനുസരിച്ച് ഇങ്ങനെ മൂവ് ചെയ്യും. So the people in the ship, the people who are driving the ship, they will adjust this shield according to the wind, how the wind is flowing. So it will make the ship to move, or the small vessel to move. Or other sense, what happens if that is not properly done, and if it is not faced according to the wind, the ship won't go. അതവിടെ തന്നെ കിടന്ന് കറങ്ങത്തേ ഉള്ളൂ. സോ അതാണ് നാലാമത്തെ വാക്യം പറയുന്നത്, ജഡത്താലല്ല ആത്മാവിനെ എത്ര അനുസരിച്ച്. സോ വി ആസ് ക്രിസ്ത്യൻസ് ഷുഡ് സെയിൽ അക്കോർഡിംഗ് ടു ഹൗ ദ സ്പിരിറ്റ് ഈസ് ബ്ലോയിങ്. ആത്മാവ് എങ്ങനെയാണോ നമ്മെ നയിക്കുന്നത്, എങ്ങനെയാണോ നമ്മെ നടത്തുന്നത്, അതിനനുസരിച്ച് നമ്മൾ നീങ്ങാൻ തയ്യാറാകണം. ആത്മാവിന് വിരുദ്ധമായി, പരിശുദ്ധാത്മാവിന് വിരുദ്ധമായി, ഹല്ലേലൂയ, നമ്മുടെ ഇടയിൽ ഒന്നും ഉയരാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ചിന്തകളിലോ, നമ്മുടെ ആരാധനകളിൽ, നമ്മുടേതായ മനോഭാവങ്ങളിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, നമ്മുടെ വാക്കുകളിൽ, നമ്മൾ ഇടപെടുന്ന മണ്ഡലങ്ങളിലൊന്നും ആത്മാവിന് എതിരെ ഉള്ള ഒരു ഫോഴ്സ് ചെലുത്താൻ പാടില്ല. അങ്ങനെ ചെലുത്താൽ എന്താ സംഭവിക്കുന്നത്? വി വിൽ റൗണ്ട് ആൻഡ് വി വിൽ ഫോൾ ഡൗൺ. നമ്മൾ അവിടെ കിടന്ന് കറങ്ങി നമ്മൾ താഴെ വീഴും. മുമ്പോട്ട് പോകണമെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നീങ്ങാൻ തയ്യാറാകണം. ആത്മാവിൻ്റെ ശക്തിക്ക് വിധേയപ്പെടാനിടയാകണം. സോ ദാറ്റ് ഈസ് വൈ Paul is clearly speaking to us the deliverance of the spirit life. Praise the Lord. The deliverance of the spirit life, yielding to the spirit's prompt. എങ്ങനെയാണോ ആത്മാവ് നമ്മെ നയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, പെന്തക്കോസ്ത് സമൂഹമായി നമ്മൾ ഒന്നിച്ച് നിൽക്കുമ്പോൾ നമ്മുടെ വലിയൊരു മുഖമുദ്ര, ആൾക്കാർ നമ്മളെ കളിയാക്കും. നിങ്ങൾക്ക് എന്ത് പറഞ്ഞാലും രണ്ടാമത് പറയാനുള്ളത് പരിശുദ്ധാത്മാവിനെക്കുറിച്ച്. അതാണ്, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് നമ്മൾ നയിക്കപ്പെടുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ് യേശു ക്രിസ്തുവിൽ നമ്മൾ പ്രാപിച്ചിരിക്കുന്നതായ ആ രക്ഷയുടെ അനുഭവത്തെ തെറ്റാതെ, ലക്ഷ്യം തെറ്റാതെ നമ്മെ നിത്യതയോളം നയിക്കുന്നത്. ഈ പരിശുദ്ധാത്മാവ് കാര്യസ്ഥനെ പോലെ നമ്മുടെ കൂടെ നിൽക്കുമ്പോൾ we have to yield ourselves to the power of the Spirit. അത് സംഭവിക്കാനായിട്ട് നമ്മുടെ ഹൃദയത്തെ നമുക്കൊന്ന് തയ്യാറാക്കി കൊടുക്കാമോ? നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് കഴിയുമോ? നമ്മുടെ ജീവിതത്തെ കർത്താവിന് മുമ്പാകെ ഒന്ന് സമർപ്പിക്കാനായിട്ട് കഴിയുമോ? പലപ്പോഴും നമ്മൾ പരിശുദ്ധാത്മാവിന് വിധേയപ്പെടാതെ മാനുഷിക ചിന്തകൾക്കും മാനുഷികമായ അറിവുകൾക്കും മാനുഷികമായ ആലോചനകളും വിധേയപ്പെടുമ്പോൾ പരിശുദ്ധാത്മാവിന് നമ്മളിൽ ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. Yield to the Spirit. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. പരിശുദ്ധാത്മാവിന് ചെയ്യാനുള്ളത് ചെയ്യാനായി ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞ് ഇത് പറയുമ്പോൾ ഇറ്റ് മേ ബി ലൈക്ക് എ ഡോക്ട്രിൻ, ഒരു പാസ്റ്റർ അത് എങ്ങനെയായി ഈ യെസ്, ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ദൈവവചനവും പ്രാർത്ഥനയുമാണ് അതിന് ഏറ്റവും ഉതകുന്നതായ കാര്യം. ഓട്ടോമാറ്റിക്കലി സ്പിരിറ്റ് വിൽ ടേക്ക് യു ഇൻ ദാറ്റ് ഡയറക്ഷൻ when you are continually living on the word and leading a prayer life. ബുദ്ധിമുട്ടായി. എന്നാൽ അത് സംഭവിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി സ്പിരിറ്റ് ഈസ് ടേക്കിംഗ് അസ്. നമ്മെ അതിനായി ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുമോ? ലെറ്റ് ദ പ്രേയർ ആൻഡ് ദ വേർഡ് എൻഗേജ് ഇൻ അവർ ലൈഫ്. ദാറ്റ് വിൽ ട്രൂലി ഇൻവൈറ്റ് ദി സ്പിരിറ്റ് and the spirit life. അത് മാത്രം ചെയ്താൽ മതി. പ്രാർത്ഥനയും ദൈവവചനവും നമ്മളിൽ ക്രിയ ചെയ്യാൻ ഏൽപ്പിച്ചു കൊടുക്കുക. പരിശുദ്ധാത്മാവ് താനിയെ തൻ്റെ പ്രവൃത്തി അയക്കും. സോ ടുനൈറ്റ് നമ്മൾ എന്താണ് പറഞ്ഞ് തുടങ്ങിയത്? the deliverance of the spirit life. 3 kind of delivered from the sentence of the sin. Of course there was a promise, that means you don't have condemnation. Secondly, the place, yes, we are in Christ. That is the place that we receive
the kind of peace, a kind of life in spirit. And the proof, yes, of course, we don't have punishment because we are in Jesus Christ. And delivered from the slavery of sin, the law of sin life and the law of spirit life. Law of sin life is something that it will not help you. It will only show you the sin, but the law of spirit will lead you to such a moment where we can redeemed from the sin and deliver from the sickness of sin. Sickness means spiritual sickness, weaknesses of the law, where law was not able to meet our needs, and the work of the Lord sending Jesus Christ and yielding to the power of Holy Spirit. വളരെ ലഘുവായിട്ടുള്ള കാര്യമാണ് രാത്രികാലം സംസാരിച്ചത്. അടുത്തൊരു കാര്യം, ഇന്ന് നമ്മൾ ഡെലിവറൻസിനെ കുറിച്ചാണ് സംസാരിച്ചതെങ്കിൽ അടുത്ത ക്ലാസ്സിൽ നമ്മൾ കൊടുക്കുന്നത് ദ ഡിഫറൻസസ് ഇൻ ദ സ്പിരിറ്റ് ലൈഫ്. ഈ ആത്മാവിൻ്റെ വിടുതലിനെ കുറിച്ചാണ് നമ്മൾ കേട്ടെങ്കിൽ അടുത്ത ആഴ്ചത്തെ ക്ലാസ്സിൻ്റെ ഒരു പ്രിലോഗ് എന്ന നിലയിൽ ഞാൻ പറയാം, ഇറ്റ് വിൽ ഗൈഡ് അസ് ടു ദ ഷോയിങ് ദ ഡിഫറൻസസ് ഇൻ ദ സ്പിരിറ്റ്. ഒരു ആത്മാവിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം? What is the difference that makes in you when you are led by a spirit life? കർത്താവ് അതിനായിട്ട് നമ്മെ ഒരുക്കട്ടെ. ഈ രാത്രികാലം നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്തോത്രം.